അപ്പോൾ ഇന്നലെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെച്ചതാണ്. ഇന്ന് നമുക്കതൊന്ന് ഇളക്കാം. ഇളക്കി പാക്ക് ചെയ്യുന്ന നമുക്കിന്ന് എടുക്കാം, വീഡിയോ എടുക്കാം. മഴയൊക്കെ ആയിട്ട് ചെറിയ ഒരു ഈർപ്പമൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടച്ചങ്ങ് മാറ്റിയാൽ മതി. നമുക്ക് 24 സോപ്പാണ് കിട്ടിയിരുന്നത്. ഇനി അതൊന്ന് എടുത്ത് കവർ ഒട്ടിച്ച് സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച് നമുക്കിന്ന് എടുക്കാം. മഴയുള്ളവരുണ്ട്, ചെറിയൊരു ഈർപ്പമുണ്ട്, അതൊന്ന് തുടച്ചിട്ടങ്ങ് പാക്ക് ചെയ്താൽ ഒന്നും കുഴപ്പമില്ല. ഇതിൻ്റെ കളറ് ഉണ്ട്, നല്ല നീല കളറാണ്. ഉണ്ടോ? നല്ല കളറാണ്. നമ്മൾ ജ്യൂസ് ചേർത്തല്ലേ, വേറെ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കളറാണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്യും, സോപ്പൊന്ന് പാക്ക് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ചെറിയ ഈർപ്പമുണ്ട്, അതുകൊണ്ടൊന്ന് തുടച്ച് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുന്ന കാണിക്കും. നല്ല കണ്ണാടി പോലെ ഇരിക്കുവാണ്. നമുക്കിത് കവർ പൊതിയുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സൈഡിൽ നിന്ന് ഏറിങ്ങനെ കളഞ്ഞ് വേണം ഇത് പൊതിയാൻ. ഒരു സൈഡിൽ നിന്ന് പിടിച്ച് ഏറ് കളഞ്ഞതിന് കൊണ്ടുവന്നിട്ട് വേണം പാക്ക് ചെയ്യാൻ. എന്നാലും ചെറിയ ഏറൊക്കെ വരും. ഇത്രയേ ഉള്ളൂ പാക്കിങ്. ഇനി നമുക്ക് സ്റ്റിക്കർ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. സോപ്പിൻ്റെ അളവിന് നമ്മൾ സ്റ്റിക്കർ കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റൗണ്ട് തന്നെ കറക്റ്റ് ചെയ്ത് ഒട്ടിക്കുക. രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. നമ്മൾ സോപ്പിൻ്റെ അളവ് കണക്കാക്കി, എത്ര വലിപ്പമുണ്ടോ അത് കണക്കാക്കി വേണം നമ്മൾ സ്റ്റിക്കർ അടിച്ചു വെക്കാൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുത്ത് ഒട്ടിക്കാം. വേണ്ട, സോപ്പ് റെഡി. സ്റ്റിക്കർ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് റെഡി.